കാണുന്നത് ഗായ്സ്, നമ്മൾ കാണുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ്. പ്രവേശന കവാടം തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ് നമ്മളുള്ളത്. ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തെ പുതിയ ഭാഗങ്ങളാണ് ആ ബിൽഡിങ്ങിൻ്റെ. തീർത്ഥാടകർ, വിശ്വാസികളായ ആളുകളെ കുറേ ഉണ്ട്. ആ പഴയ ഭാഗങ്ങൾ അങ്ങേ വലതു ഭാഗത്ത് കാണുന്നത്. ഇത് കണ്ടാൽ നമുക്ക് തോന്നുക, പഴയ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ജൈനക്ഷേത്രത്തിൻ്റെ, വയനാട്ടിലങ്ങനെ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്, ജൈനക്ഷേത്രത്തിൻ്റെ മാതൃക പോലെ നമുക്ക് തോന്നും. പുറത്തേക്കുള്ള കാഴ്ചകളാണ്, അകത്തുനിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ. ജൈനക്ഷേത്രം പോലെ നമുക്ക് തോന്നും. ഇതുണ്ട്, പുതിയ ഭാഗങ്ങളാണ്, പുതിയ എടുപ്പുകളാണ്. അത് സാധാരണ കേരളത്തിലുള്ളതുപോലെ തോന്നും. മറ്റേത് നമുക്ക് ജൈനക്ഷേത്രം പോലെ അനുഭവപ്പെടാം. നിങ്ങൾ നോക്കിയിട്ട് പറയുക, ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ പുതിയ ഭാഗങ്ങളാണ്. മലയിലേക്കുള്ള വ്യൂ ആണത്. ഇതും പുതിയ ഭാഗങ്ങൾ, പഴയ ഭാഗങ്ങൾ. ജൈനക്ഷേത്രത്തിൻ്റെ അതേ പഴക്കമുള്ള അതേ പോലെ തന്നെ ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്, കാറ്റും. ഇതാണ് ജൈനക്ഷേത്രത്തിൻ്റെ ഭാഗം പോലെ. ഇതിൻ്റെ മുൻഭാഗമാണ്. ഒരുപാട് മാറ്റം, പഴയ ഭാഗങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്നും പണി നടക്കുന്നുണ്ടല്ലോ. ഒരു കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്, കണ്ടോ? കല്ലൊക്കെ, പഴയ ക്ഷേത്രഭാഗങ്ങളുടെ കല്ലൊക്കെ അവിടെ മാറി കിടക്കുന്നുണ്ട്. എന്തോ ക്ഷേത്രാചാരം നടക്കുകയാണ് സമയത്ത് ഉള്ള പൂജയുടെ ഭാഗമായിട്ടുള്ള ക്ഷേത്രാചാരങ്ങളാണ്. ഇതൊക്കെ പുതിയ എടുപ്പുകളാണ് മുന്നിലേക്ക് കാണുന്നതൊക്കെ. അതാണ് പഴയ ഭാഗം നിൽക്കുന്നത് കാണുന്നത്, തൂണുകൾ കാണുന്നത്. കുറച്ചും കൂടെ കണ്ടോ, ഈ കല്ലുകളൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്, പഴയ അതിൻ്റെ. ഇപ്പോൾ കാണാമല്ലോ, കുറച്ചും കൂടി ജൈനക്ഷേത്രം പോലെയല്ലേ ഒറ്റ നോട്ടത്തിൽ. നല്ല മഴയാണ്, കാറ്റ്. നമുക്ക് ഇതുണ്ടോ, പൂജയുടെ ഭാഗമായിട്ടുള്ള എന്തോ ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങൾ. അങ്ങ് മലയിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന, പൈപ്പൊന്നും ഇല്ലായിരുന്ന കാലത്ത് വെള്ളം കൊണ്ടുവരുന്ന ഒരു പാത്തിയാണിത്, കൽപ്പാത്തി. കല്ലുകൊണ്ടാണ് അങ്ങ് മലയിൽ നിന്ന് വരുന്നത് ഈ വെള്ളം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പ് ഇട്ടേക്കാണ്, കണ്ടോ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കാറ്റത്താണ് ഇതിങ്ങനെ കടന്ന് മിന്നെയാണ് ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത്. അതായത് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ നിൽക്കും, കാറ്റടിച്ചിട്ടേ, മഴയും കാറ്റും. പുതിയ ഭാഗങ്ങളത്, ആ മരം കൊണ്ടുണ്ടാക്കി. ഇത് പഴയ ഭാഗം കണ്ടോ, പുതിയ ഭാഗങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സിമെൻ്റൊക്കെ അടിച്ച്, സാധാരണ കേരളത്തിൽ നമ്മൾ കേരളീയ ശൈലിയിൽ. ഇത് പഴയ ഇത് കണ്ടോ, പഴയ മതിൽ കാണുന്നില്ലേ? ഇതൊക്കെ ജൈനക്ഷേത്രത്തിൻ്റെ അതേ ഇതിലുള്ളതാണ്. കേരളത്തിലെ ജൈനർ ഇതിൽ തന്നെയാണ് പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഉള്ളവരാണ് കണ്ടോ. അതിനെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക. ഷീറ്റിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. ഈ കല്ലുകളൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരുന്നു. വലിയ ഇത്രയും വലിപ്പത്തിൽ പഴയ കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഇത്ര പഴക്കമുണ്ട് കണ്ടോ. അത് പുതിയ ഭാഗങ്ങളാണ്, ഓടിടാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ, ഈ കല്ലൊക്കെ എടുത്ത് മാറ്റി അവിടെ ഇത് വെച്ചിരിക്കുക. അതിൻ്റെ ലുക്ക് പുറത്തേക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ് അറിയാം? പാപനാശിനി, തെക്കൻ കാശി എന്ന പേര്. ഇതുണ്ടോ, പുറമേ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഇനി നമ്മൾ പാപനാശിനിയിലേക്കാണ് പോകാൻ പോകുന്നത്. പാപനാശിനി തീർത്ഥക്കുളം, പഞ്ചതീർത്ഥക്കുളം എന്ന് പറയാം. 5
നദികൾ, 5 നദികളുടെയും കൂടി സംഗമമാണ് ഈ കുളം എന്നാണ് പറയുക. പായലും കൂടി കിടക്കുകയാണ് ഇപ്പം. നിറയെ ഉറവൊക്കെ എടുത്തിട്ടുണ്ട് മഴക്കാലമായതുകൊണ്ടേ. മുകളിലേക്ക് ഇതിനാ പാപനാശിനി. നമ്മളെത്തി, പാപനാശിനിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാപനാശിനിയുടെ കാഴ്ചകളാണ്. ഈ പുഴ കാളിന്തിയിൽ ചേരുന്ന വരെ നമ്മൾ പോകുന്നുണ്ട്. ഇനി ഇത് മുകളിലേക്കുണ്ട്. ഇതിൻ്റെ തുടക്കം വരെ. തുടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാട്ടിൽ പല പല ചെറിയ ചെറിയ ചാലുകൾ വന്നിട്ട് ഒന്നിച്ചൊഴുകുന്നതായിരിക്കുമല്ലോ. ഇതാ പത്മതീർത്ഥ കുളം, നല്ല പഞ്ചതീർത്ഥം. വേണ്ട മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് പാപനാശിനി. ഇതവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഗുണ്ടിക ക്ഷേത്രം, ശിവക്ഷേത്രമാണ്. ബലിതർപ്പണത്തിനൊക്കെ വരുന്നവർ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി. കുറേ കല്ലുകളൊക്കെ പെറുക്കി കൂട്ടി വെച്ചിരിക്കുക. അതൊരു ആചാരമാണ്. അങ്ങനെ ചെയ്യരുതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അവർ. എന്താ ആചാരമാണെന്ന് അറിയുന്നവരൊന്ന് പറയാം. എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ ചോദിക്കാൻ പറ്റിയ ആളെന്ന് ഓർത്തില്ല അന്നേരം എന്താണെന്നല്ല. അവിടെ ചോദിച്ചാണ്, അവരോട് ചോദിക്കാമായിരുന്നു. അതാണ് ഗുണ്ടിക ക്ഷേത്രം കഴിഞ്ഞ്. ഇനിയും നല്ല കാടാണ്. ഇത് കഴിഞ്ഞ കാടാണ്. ജണ്ടയൊക്കെ ഉണ്ട് തൊട്ടടുത്ത്. ഫോറസ്റ്റിൻ്റെ ജണ്ടയൊക്കെ തൊട്ടടുത്തുണ്ട്. ഈ പാലം അങ്ങ് കടന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ പോവുകയാണ് നമ്മളിനി. പാപനാശിനി തുടങ്ങുന്നത്, അതായത് ഇവിടെ തുടങ്ങുക കാട്ടിൽ പോകണം. മറ്റേത് ചെറിയ അരുവി, എവിടെ നിന്നും പല അരുവികളായി ചേർന്നിട്ട് പാപനാശിനിയായിട്ട് വരുന്നതാണ്. അപ്പം ഇവിടെ ക്ഷേത്രത്തോടനുബന്ധിച്ച് തുടങ്ങുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാ ഇവിടെ തൊട്ട് മുകളിലാണ് തുടങ്ങുന്നത്. അവിടെ പൂജ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നദി എന്ന് പറയാൻ പറ്റില്ല. നദിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഇത്ര വിസ്തീർണ്ണമൊക്കെ വേണമെന്നുണ്ടല്ലോ. പാപനാശിനി പക്ഷെ പുണ്യതീർത്ഥമാണെന്നല്ലേ പറയുന്നത് പാപനാശിനി. ഇതാണ് പാപനാശിനി വരുന്നത്. ഇതിൻ്റെ അങ്ങെന്നാണ് വരുന്നത്. ഇനി അങ്ങോട്ട് വനാണ്. ഇവിടേക്ക് നമുക്ക് കയറാൻ പാടില്ല. വനത്തിലേക്ക് ഫോറസ്റ്റിൻ്റെ അതിൻ്റെ നല്ലതാണ് അങ്ങോട്ട്. ഇനിയിപ്പോൾ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. ഈ നദി താഴെ ചേരുന്നുണ്ട്. കാളിന്തി എന്ന് പറയുന്നൊരു നദിയിൽ ചേർന്നിട്ട് പാപനാശിനി ഇതൊഴുകി പോകുന്നത്. ഇതുണ്ടോ കാളിന്തിൻ്റെ അടുത്ത കരയ്ക്കുള്ള കാളിന്തിയും അതിൻ്റെ കരയിലുള്ള സ്ഥലങ്ങളുമാണ്. നല്ല കാഴ്ചകളാണ് കേട്ടോ. അല്ല വരികയാണെങ്കിൽ എല്ലാവരും ഇവിടെയും കൂടി ഒന്ന് വരണം. വയനാട്ടിൻ്റെ ഭംഗി നിങ്ങൾ കാണാതെ പോകരുത്. കാളിന്തിയാണ്. കാളിന്തി കറുത്ത നദി എന്നായിരിക്കും അതിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ നദി നല്ല ക്ലിയർ വെള്ളമാണ്, തെളിഞ്ഞ വെള്ളം. അതിൻ്റെ അടുത്തൊരു കർഷകൻ എന്തോ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലെ മലകൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ, നല്ല രസമുള്ള കാഴ്ചകളാണ്. കർഷകൻ്റെ ഫാമും പശു ഫാമെന്തുണ്ട്, വയലുകളും. നമ്മളിനി പോകുന്നത് താഴെ കാളിന്തിയിലേക്ക് പാപനാശിനി വന്ന് ചേരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. എന്നിട്ട് അത് ഒഴുകി പോകുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാളിന്തി കണ്ടോ, നല്ല ക്ലിയർ വെള്ളമാണ്. കാളിന്തിൻ്റെ ഭാഗങ്ങളാണ്. ഇനിയും താഴേക്ക് പോകണം നമ്മൾ. നല്ല ഭംഗി, നല്ല കാഴ്ചകളാണ്. ഇവിടെ വന്ന് കാണണം. ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടംമാരെ വരുന്നവരൊക്കെ ഇവിടേക്ക് വരാറുണ്ട്. കണ്ടോ, ഈ ഭാഗത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല, വെള്ളമുണ്ട്. താഴെ കുറച്ച് വീതിയായിട്ട് ഒഴുകുന്നുണ്ട്. അവിടെ ചിലപ്പോൾ നമുക്ക് ഇറങ്ങാൻ ഉണ്ടോ. ഇവിടെയൊക്കെ ഇത്തിരി വെള്ളം കുറവാണ്. വെള്ളം കുറവെന്ന് പറഞ്ഞാൽ വീതി ആയത് കാരണം വെള്ളം അങ്ങനെ അടിഭാഗം കാണുകയും ചെയ്യാം. ഇങ്ങനെ താഴേക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന മലേൻ്റെ ഭാഗങ്ങളും ഒരു കർഷകൻ്റെ ഒരു ഫാമുമാണത്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ പാപനാശിനി വന്നിട്ട് അതിലേക്ക് ചേരുന്നതാണ്. മുകളിൽ നിന്ന് വന്നാണ് പാപനാശിനി. എന്നിട്ട് അത് കാളിന്തിയായിട്ട്
താഴേക്ക് ഒഴുകുകയാണ്. കണ്ടോ, കാളിന്തി താഴേക്ക് ഒഴുകുമ്പോൾ കാളിന്തി ഇതവിടെ ഇടതു ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്നതാണ്, വരുന്നതാണ് പാപനാശിനി വരുന്നത്. കണ്ടോ, അതിങ്ങനെ വന്ന് കാളിന്തിയിലേക്ക് ചേരുന്നു. എന്നിട്ട് ഇനി രണ്ടുപേരും കൂടി ഒഴുകുകയാണ് കാളിന്തിയായിട്ട്. ഇനിയും ഒരുപാട് പുഴകൾ ചേരാനുണ്ട്. കാളിന്തിയായിട്ട് താഴേക്ക് ഒഴുകുകയാണ്. കണ്ടോ, ആണോ, കാളിന്തിയായിട്ട് താഴേക്ക് ഒഴുകുകയാണ്. ഇവിടെ എൻ്റെ അടുത്തൊരു റിസോർട്ടൊക്കെ ഉണ്ട്. ഇതാണ് ആ റിസോർട്ട്. പിന്നെ മലയുടെ ഭാഗങ്ങൾ. ഇനി താഴേക്ക് പോകുമ്പം ഇതാ കാളിന്തി അവസാനിക്കുകയാണ്. കാളിന്തിയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നമസ്കാരം.